JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ബൈൻഡർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബുക്കിന്റെ പേജുകൾ അച്ചടിക്കാൻ ഉപയോഗിച്ച ഇനം പേപ്പർ കൊണ്ട് തന്നെ പുറംചട്ടയും നൽകുന്ന രീതി. ബുക്കിന്റെ പേജുകൾ അച്ചടിക്കാൻ ഉപയോഗിച്ച ഇനം പേപ്പർ കൊണ്ട് തന്നെ പുറംചട്ടയും നൽകുന്ന രീതി. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ബുക്കിന്റെ പേജുകൾ അച്ചടിക്കാൻ ഉപയോഗിച്ച ഇനം പേപ്പർ കൊണ്ട് തന്നെ പുറംചട്ടയും നൽകുന്ന രീതി ഏതാണ്? സെൽഫ് കവർ. സെൽഫ് കവർ എന്നാണ് അറിയപ്പെടുന്നത്. ബുക്കിന്റെ പേജുകൾ അച്ചടിക്കാൻ ഉപയോഗിച്ച ഇനം പേപ്പർ കൊണ്ട് തന്നെ പുറംചട്ടയും നൽകുന്ന രീതി സെൽഫ് കവർ. അടുത്ത ക്വസ്റ്റ്യൻ. നമ്പറിംഗ്, പെർഫറേറ്റിംഗ് മുതലായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ബൈൻഡിംഗ് വിഭാഗം. നമ്പറിംഗ്, പെർഫറേറ്റിംഗ് മുതലായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ബൈൻഡിംഗ് വിഭാഗം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നമ്പറിംഗ്, പെർഫറേറ്റിംഗ് മുതലായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ബൈൻഡിംഗ് വിഭാഗം ഏതാണ്? മാനിഫോൾഡ് ബുക്ക് ബൈൻഡിംഗ് ആണ് അല്ലെ. മാനിഫോൾഡ് ബുക്ക് ബൈൻഡിംഗ്. നമ്പറിംഗ്, പെർഫറേറ്റിംഗ് മുതലായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ബൈൻഡിംഗ് വിഭാഗം മാനിഫോൾഡ് ബുക്ക് ബൈൻഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. അച്ചടിച്ച ഷീറ്റുകളെ ചൂടാക്കിയ പശ മാത്രം ഉപയോഗിച്ച് പൂർണ്ണമായും യന്ത്രസഹായത്താൽ ബൈൻഡ് ചെയ്യുന്ന രീതി ഏതാണ്? അച്ചടിച്ച ഷീറ്റുകളെ ചൂടാക്കിയ പശ മാത്രം ഉപയോഗിച്ച് പൂർണ്ണമായും യന്ത്രസഹായത്താൽ ബൈൻഡ് ചെയ്യുന്ന രീതി എന്താണ് പറയുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അഡ്ഹസീവ് ബൈൻഡിങ്. അഡ്ഹസീവ് ബൈൻഡിങ് എന്നാണ് പറയുന്നത്. അച്ചടിച്ച ഷീറ്റുകളെ ചൂടാക്കിയ വശ മാത്രം ഉപയോഗിച്ച് പൂർണ്ണമായും യന്ത്രസഹായത്താൽ ബൈൻഡ് ചെയ്യുന്ന രീതി അഡ്ഹസീവ് ബൈൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗിൽഡ് ചെയ്ത ബുക്കിന്റെ അരികുകളിൽ ചൂടാക്കിയ ടൂളുകൾ ഉപയോഗിച്ച് പൂക്കളുടെയും ഇലകളുടെയും അടയാളം പതിപ്പിക്കുന്ന സമ്പ്രദായം. ഗിൽഡ് ചെയ്ത ബുക്കിന്റെ അരികുകളിൽ ചൂടാക്കിയ ടൂളുകൾ ഉപയോഗിച്ച് പൂക്കളുടെയും ഇലകളുടെയും അടയാളം പതിപ്പിക്കുന്ന സമ്പ്രദായം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഗോഫറിംഗ് ആണല്ലേ. ഗോഫറിംഗ്. ഗോഫറിംഗ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. റീബൈൻഡിംഗ് പ്രക്രിയയിൽ അരികുവശം നഷ്ടമായതും തുള വീണതുമായ പേജുകളെ പേപ്പർ പൾപ്പ് ഉപയോഗിച്ച് ശരിയാക്കി എടുക്കുന്നതിനെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. റീബൈൻഡിംഗ് പ്രക്രിയയിൽ അരികുവശം നഷ്ടമായതും തുള വീണതുമായ പേജുകളെ പേപ്പർ പൾപ്പ് ഉപയോഗിച്ച് ശരിയാക്കി എടുക്കുന്നതിനെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, മെൻഡിങ് ആണല്ലേ. മെൻഡിങ്. മെൻഡിങ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫിനിഷിംഗ് പ്രക്രിയയിൽ പുറംചട്ടയിൽ നീളത്തിലുള്ള വരകള് ഇടുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. ഫിനിഷിംഗ് പ്രക്രിയയിൽ പുറംചട്ടയിലെ നീളത്തിലുള്ള വരകൾ ഇടുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ഫില്ലറ്റ്സ്. ഫിനിഷിംഗ് പ്രക്രിയയിൽ പുറംചട്ടയിൽ നീളത്തിലുള്ള വരകൾ ഇടുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫില്ലറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക്, മാഗസിൻ തുടങ്ങിയവയുടെ അരിക് കട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന മെഷീൻ ഏത്? ടെക്സ്റ്റ് ബുക്ക്, മാഗസിൻ തുടങ്ങിയവയുടെ അരിക് കട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന മെഷീൻ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, 3-വേ കട്ടിംഗ് മെഷീൻ. ടെക്സ്റ്റ് ബുക്ക്, മാഗസിൻ തുടങ്ങിയവയുടെ അരിക് കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? 3-വേ കട്ടിംഗ് മെഷീൻ. അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്ട്രാ ലെറ്റർ പ്രസ് ബുക്ക് ബൈൻഡിങ്ങിൽ പേപ്പർ മടക്കുന്നതിനായി അവലംബിച്ചിരിക്കുന്ന രീതി. എക്സ്ട്രാ ലെറ്റർ പ്രസ് ബുക്ക് ബൈൻഡിങ്ങില് പേപ്പർ മടക്കുന്നതിനായി അവലംബിച്ചിരിക്കുന്ന രീതി. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഫോൾഡ് ടു
പ്രിന്റ്. എക്സ്ട്രാ ലെറ്റർ പ്ലസ് ബുക്ക് ബൈൻഡിങ്ങില് പേപ്പർ മടക്കുന്നതിനായി അവലംബിച്ചിരിക്കുന്ന രീതിയാണ് ഫോൾഡ് ടു പ്രിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സെക്ഷന്റെ മുറിച്ച് തുറക്കാത്ത മടക്കിയ അരികിനെ വിളിക്കുന്ന പേര്. ഒരു സെക്ഷന്റെ മുറിച്ചു തുറക്കാത്ത മടക്കിയ അരികിനെ വിളിക്കുന്ന പേര്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ബോൾട്ട്. ഒരു സെക്ഷന്റെ മുറിച്ചു തുറക്കാത്ത മടക്കിയ അരികിനെ വിളിക്കുന്ന പേരാണ് ബോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഹാൻഡ് മെയ്ഡ് പേപ്പറിന്റെ അരികുവശത്തെ വിളിക്കുന്ന പേര്. ഹാൻഡ് മെയ്ഡ് പേപ്പറിന്റെ അരികുവശത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഹാൻഡ് മെയ്ഡ് പേപ്പറിന്റെ അരികുവശത്തെ വിളിക്കുന്ന പേര്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ഡെക്കിൾ എഡ്ജ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഹാൻഡ് മെയ്ഡ് പേപ്പറിന്റെ അരികുവശത്തെ വിളിക്കുന്ന പേരാണ് ഡെക്കിൾ എഡ്ജ്. അടുത്ത ക്വസ്റ്റ്യൻ. അച്ചടിയിലെ പിശക് മൂലം ഒരു ഷീറ്റില് ഒരേ മാറ്റർ അതേ നിറത്തിൽ 2 തവണ അച്ചടിക്കപ്പെടുന്നതിനെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. അച്ചടിയിലെ പിശക് മൂലം ഒരു ഷീറ്റിലെ ഒരേ മാറ്റർ അതേ നിറത്തിൽ 2 തവണ അച്ചടിക്കുന്നതിനെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഡബിൾസ് എന്ന് അറിയപ്പെടുന്നു. അച്ചടിയിലെ പിശക് മൂലം ഒരു ഷീറ്റില് ഒരേ മാറ്റർ അതേ നിറത്തിൽ 2 തവണ അച്ചടിക്കുന്നതിനെ ഡബിൾസ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കടലാസ് നിർമ്മാണ പ്രക്രിയയിൽ വാട്ടർമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന റോളർ. കടലാസ് നിർമ്മാണ പ്രക്രിയയില് വാട്ടർമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന റോളർ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ജാൻസി റോളർ. ഡാൻസി റോളർ. ഡാൻസി റോളർ ആണ് കറക്റ്റ് ആൻസർ. കടലാസ് നിർമ്മാണ പ്രക്രിയയില് വാട്ടർമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന റോളറാണ് ഡാൻസി റോളർ. ഡാൻസി റോളർ. അടുത്ത ക്വസ്റ്റ്യൻ. ബോർഡ് പിടിപ്പിച്ചതിനു ശേഷം കവറിങ്ങിന് മുമ്പായി 3 വശവും ട്രിം ചെയ്ത് ബോർഡിന്റെ അരികുകൾ മറയത്തക്ക വിധത്തിൽ കവറിംഗ് മെറ്റീരിയൽ അകത്തേക്ക് മടക്കി ഒട്ടിക്കുന്ന രീതി. ബോർഡ് പിടിപ്പിച്ചതിന് ശേഷം കവറിങ്ങിന് മുമ്പായിട്ട് 3 വശവും ട്രിം ചെയ്ത് ബോർഡിന്റെ അരികുകൾ മറയത്തക്ക വിധത്തില് കവറിംഗ് മെറ്റീരിയൽ അകത്തേക്ക് മടക്കി ഒട്ടിക്കുന്ന രീതി ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ടേൺഡ് ഇൻ സ്റ്റൈല്. ബോർഡ് പിടിപ്പിച്ചതിന് ശേഷം കവറിങ്ങിന് മുമ്പായി 3 വശവും ട്രിം ചെയ്ത ബോർഡിന്റെ അരികുകൾ മറയത്തക്ക വിധത്തില് കവറിംഗ് മെറ്റീരിയൽ അകത്തേക്ക് മടക്കി ഒട്ടിക്കുന്ന രീതിയാണ് ടേൺഡ് ഇൻ സ്റ്റൈല്. അടുത്ത ക്വസ്റ്റ്യൻ. ബുക്കിന്റെ പുറംചട്ടയിൽ ഉള്ള കുഴിഞ്ഞതും ഗോളവടിവുള്ളതുമായ അച്ചുകൾ ഉപയോഗിച്ച് ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ. ബുക്കിന്റെ പുറംചട്ടയില് ഉള്ളു കുഴിഞ്ഞതും ഗോളവടിവുള്ളതുമായ അച്ചുകൾ ഉപയോഗിച്ച് ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ ഡാഷ് എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, എംബോസിംഗ്. എംബോസിംഗ് എന്നറിയപ്പെടുന്നു അല്ലെ. ബുക്കിന്റെ പുറംചട്ടയിൽ ഉള്ളു കുഴിഞ്ഞതും ഗോളവടിവുള്ളതുമായ അച്ചുകൾ ഉപയോഗിച്ച് ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് എംബോസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. അച്ചടിച്ച ഷീറ്റുകളോ പേപ്പർ റോളോ മെഷീന്റെ ഡെലിവറി അറ്റത്തു നിന്നും നേരിട്ട് ബൈൻഡിംഗ് യൂണിറ്റിൽ എത്തുന്ന പൂർണ്ണ യന്ത്രവൽകൃത രീതി. അച്ചടിച്ച ഷീറ്റുകളോ പേപ്പർ റോളോ മെഷീന്റെ ഡെലിവറി അറ്റത്തു നിന്നും നേരിട്ട് ബൈൻഡിംഗ് യൂണിറ്റിൽ എത്തുന്ന പൂർണ്ണ യന്ത്രവൽകൃത രീതി എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ, ഇൻലൈൻ ഫിനിഷിംഗ്. അച്ചടിച്ച ഷീറ്റുകളോ പേപ്പർ റോളോ മെഷീന്റെ ഡെലിവറി അറ്റത്തു നിന്ന് നേരിട്ട് ബൈൻഡിംഗ് യൂണിറ്റിൽ എത്തുന്ന യന്ത്രവൽകൃത രീതിയാണ് ഇൻലൈൻ ഫിനിഷിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭക്ഷണ സാധനങ്ങളുടെ പാക്കേജിംഗില് ഉപയോഗിക്കുന്ന ഒരു ലാമിനേഷൻ ശൈലി തിരഞ്ഞെടുക്കുക. ഭക്ഷണ സാധനങ്ങളുടെ പാക്കേജിംഗിൽ ഉപയോഗിക്കുന്ന ഒരു ലാമിനേഷൻ ശൈലി തിരഞ്ഞെടുക്കുക. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വിൻഡോ ലാമിനേഷൻ ആണ് അല്ലെ. ഭക്ഷണ സാധനങ്ങളുടെ പാക്കേജിൽ ഉപയോഗിക്കുന്ന ഒരു ലാമിനേഷൻ ശൈലിയാണ് വിൻഡോ ലാമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. അച്ചടിക്കാത്ത ഷീറ്റുകളും കാർഡുകളും സൂക്ഷിക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേര്. അച്ചടിക്കാത്ത ഷീറ്റുകളും
കാർഡുകളും സൂക്ഷിക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേര്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? വൈറ്റ് ഷീറ്റ് വെയർ ഹൗസ്. അച്ചടിക്കാത്ത ഷീറ്റുകളും കാർഡുകളും സൂക്ഷിക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേര് വൈറ്റ് ഷീറ്റ് വെയർ ഹൗസ്. വൈറ്റ് ഷീറ്റ് വെയർ ഹൗസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തു പശയുടെ സഹായത്താൽ മറ്റൊരു വസ്തുവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെ പറയുന്നത് എന്ത്? ഒരു വസ്തു പശയുടെ സഹായത്താൽ മറ്റൊരു വസ്തുവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെ പറയുന്നത് എന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ? അഡ്ഹറന്റ്. അഡ്ഹറന്റ് എന്നാണ് പറയുന്നത് അല്ലെ? ഒരു വസ്തു പശയുടെ സഹായത്താൽ മറ്റൊരു വസ്തുവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെ അഡ്ഹറന്റ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങില് പുസ്തകത്തിന്റെ പുറം ചട്ടയുടെ കട്ടിക്കനുസൃതമായി സന്ധികൾക്കിടയിൽ ചാലുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയ. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങില് പുസ്തകത്തിന്റെ പുറംചട്ടയുടെ കട്ടിക്കനുസൃതമായി സന്ധികൾക്കിടയിൽ ചാലുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയ എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ? ബാക്കിംഗ് ആണല്ലേ? ബാക്കിംഗ്. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങില് പുസ്തകത്തിന്റെ പുറംചട്ടയിൽ കട്ടിക്കനുസൃതമായി സന്ധികൾക്കിടയിൽ ചാലുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ബാക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. അക്കൗണ്ട് ബുക്കുകള് കൂടുതൽ ഈട് നിൽക്കുന്നതിനായി കവറിങ്ങിന് മുമ്പ് സ്പ്രിംഗ് ബാക്കിന് കുറുകെയായി ബുക്കിന്റെ വലിപ്പം അനുസരിച്ച് തുകൽ കഷ്ണങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്ന രീതി എന്താണ് അറിയപ്പെടുന്നത്? അക്കൗണ്ട് ബുക്കുകളൊക്കെ കൂടുതൽ ഈട് നിലനിൽക്കുന്നതിനായിട്ട് കവറിങ്ങിന് മുമ്പ് സ്പ്രിംഗ് ബാക്കിന് കുറുകെയായിട്ട് ബുക്കിന്റെ വലിപ്പം അനുസരിച്ച് തുകൽ കഷ്ണങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്ന രീതി അത് എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? അണ്ടർബാൻസ്. അണ്ടർബാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മെഷീനിൽ തുന്നിയ ബുക്കിന്റെ ഒരു തുന്നലിന്റെ നീളത്തെ ഡാഷ് എന്നറിയപ്പെടുന്നു. മെഷീനില് തുന്നിയ ബുക്കിന്റെ ഒരു തുന്നലിന്റെ നീളത്തെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? എന്താണ്? ബൈറ്റ് എന്ന് അറിയപ്പെടുന്നു അല്ലെ? മെഷീനിൽ തുന്നിയ ബുക്കിന്റെ ഒരു തുന്നലിന്റെ നീളത്തെ ബൈറ്റ് എന്ന് അറിയപ്പെടുന്നു. പുസ്തകം ബൈൻഡ് ചെയ്ത സ്ഥാപനത്തിന്റെ വിലാസം, ബൈൻഡ് ചെയ്ത മാസം, വർഷം തുടങ്ങിയ വിവരങ്ങള് പുറംചട്ടയുടെ ഉള്ളിൽ വാൾ ഭാഗത്തായി ആലേഖനം ചെയ്യുന്ന രീതി. പുസ്തകം ബൈൻഡ് ചെയ്ത സ്ഥാപനത്തിന്റെ വിലാസം, ബൈൻഡ് ചെയ്ത മാസം, വർഷം തുടങ്ങിയ വിവരങ്ങള് പുറംചട്ടയുടെ ഉള്ളിൽ വാൾ ഭാഗത്തായി ആലേഖനം ചെയ്യുന്ന രീതി എന്താണ് അറിയപ്പെടുന്നത്? ബൈൻഡേഴ്സ് സ്റ്റാമ്പ് എന്നറിയപ്പെടുന്നു അല്ലെ? ബൈൻഡേഴ്സ് സ്റ്റാമ്പ് എന്നറിയപ്പെടുന്നു അല്ലെ? പുസ്തകം ബൈൻഡ് ചെയ്ത സ്ഥാപനത്തിന്റെ വിലാസം, ബൈൻഡ് ചെയ്ത മാസം, വർഷം തുടങ്ങിയ വിവരങ്ങള് പുറംചട്ടയുടെ ഉള്ളിൽ വാൾ ഭാഗത്തായി ആലേഖനം ചെയ്യുന്ന രീതിയാണ് ബൈൻഡേഴ്സ് സ്റ്റാമ്പ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.